നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതായ രംഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ശിഷ്യന്മാർക്ക് ആദ്യമായി അവിടുന്ന് പ്രത്യക്ഷനായത് 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും കർത്താവ് തോമസ് ഉള്ളതായ സമയത്ത് പ്രത്യക്ഷനായ രംഗമാണ് 26 മുതലുള്ളതായ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3-ാം പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന രംഗമാണ് 21-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ശീമോൻ പത്രോസും കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോകുന്നതായ ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാസ്തവത്തിൽ പടകും വലയുമെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതായ ശിഷ്യന്മാർ ആ ഉപേക്ഷിച്ചതായ പടകും വലയുമെല്ലാം തിരികെ എടുത്തുകൊണ്ട് വീണ്ടും ഇതാ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ മീൻപിടുത്തത്തിന് പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇത് വളരെ ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. നമുക്ക് അത്യധ്വാനം ചെയ്യുന്നവരാണ്. നമ്മുടെ ഉപജീവനാർത്ഥം നമുക്ക് വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ശാരീരികമായി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, മാനസികമായി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ കഠിനാധ്വാനികളായിട്ടുള്ള ജനമാണ് നാം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നതായ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ചോദിക്കുന്നതായ ഒരു ചോദ്യം, നാം രാത്രി മുഴുവനും അധ്വാനിക്കുന്നു, എന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നാം അത്യധ്വാനം ചെയ്യുകയാണ്, കഠിനമായി പരിശ്രമിക്കുകയാണ്, പക്ഷേ നമുക്കെന്ത് നേടാനായിട്ട് സാധിച്ചു? ഈ ജീവിതത്തിൽ നമുക്കെന്താണ് നേടാൻ സാധിച്ചിട്ടുള്ളത്? ഒരു പക്ഷേ പലരും പറയുമായിരിക്കും, എനിക്ക് ഇത്ര ഏക്കർ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത്ര ഏക്കർ നിലം സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഇത്ര ഫ്ലാറ്റുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇത്ര രൂപ എനിക്ക് ഡെപ്പോസിറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നിന്ന നിലകളിൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു പക്ഷേ പറയുന്ന ആളുകളുണ്ടായിരിക്കാം. ധാരാളം സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന ആളുണ്ടായിരിക്കാം. ദൈവവചനം പറയുന്നത് പോലെ ധാരാളം ദാസീദാസന്മാരും അതുപോലെ തന്നെ ആടുമാടുകളും വിവിധ സമ്പത്തുക്കളും എല്ലാം ആവശ്യത്തിലധികമായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. പണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരായിട്ടുള്ള ധനാഢ്യരായിട്ടുള്ള ആളുകളുണ്ട്. ശതകോടീശ്വരന്മാർ ഇഷ്ടം പോലെ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം, നാം എന്തെല്ലാം നേടിയിരുന്നാലും ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുന്നില്ല എങ്കിൽ ഈ നേടിയതെല്ലാം വ്യർത്ഥമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു ഉപമ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ തന്നെത്താൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ. പിന്നെ അവൻ ഇങ്ങനെ പറയുകയാണ്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ പറയും, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക,
തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട് പറയുകയാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇവിടെ ഒരു മനുഷ്യൻ സ്വയം ആശ്വസിക്കുകയാണ്. മതിയായ വസ്തുവക ഏറിയ ആണ്ടുകളിലേക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിന്താഗതി എത്ര മൗഢ്യമായിട്ടുള്ളതാണ്. അവൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. മനുഷ്യൻ ഇഷ്ടം പോലെ പണം കുമിഞ്ഞുകൂടിയപ്പോൾ അവൻ തന്നെത്താൻ ആശ്വസിക്കുവാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവൻ തന്നോട് തന്നെ പറയുകയാണ്, നിനക്ക് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം, നിന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ നീ നടന്നുകൊള്ളുക. എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ പേരെ നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ, നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നാം കാണുന്നു ഇങ്ങനെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നീ നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ. എന്നാൽ അവരെയൊക്കെ ദൈവം മൂഢ എന്നാണ് വിളിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ കൃത്യമായത് സമ്പാദിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സമ്പാദിക്കേണ്ടത് സമ്പാദിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ കാണുന്നത് ഏറിയ ആണ്ടുകളിലേക്കുള്ള വസ്തുവക മതിയായി ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നാം എന്താണ് നേടേണ്ടുന്നത്? നേടേണ്ടത് നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് നാം നേടേണ്ടുന്നത്? ആത്മാവിൻ്റെ രക്ഷ എന്ന് ചുരുക്കമായി പറയുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആത്മാവ് നിത്യമായ നരകാഗ്നിക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന നിലയിലാണ്. കാരണം ആദാം പാപം ചെയ്തു. ആദാമ്യവർഗത്തിൽപ്പെട്ട സകല മനുഷ്യരും പാപികളായി തീർന്നതിനാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ മരണാനന്തരം യാതനാസ്ഥലത്തേക്കും പിന്നീട് അവിടെ നിന്ന് നിത്യമായ നരകാഗ്നിയിലേക്കും തള്ളപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയ ഏക രക്ഷാ മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടുന്നു. അതാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന് നിത്യജീവൻ കിട്ടുന്നു. എന്നേക്കുമുള്ള ജീവൻ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. അതാണ് ജീവിതത്തിൽ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ കാര്യം. അത്രത്തോളം വരുന്ന മറ്റൊരു സമ്പാദ്യവും ലോകത്തിലില്ല. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും നാം നേടേണ്ടത് നേടുവാനിടയായിത്തീരണം. കർത്താവ് ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്നിട്ട് അവരോട് ഈ രാവിലെ സമയം ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആ രാത്രി മുഴുവനും അത്യധ്വാനം ചെയ്തിട്ടും അവരുടെ കരങ്ങൾ ശൂന്യമാണെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതായ ഒരു കാര്യമല്ല. പ്രിയമുള്ളവർ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നാം അത്യധ്വാനം ചെയ്യുകയാണ്. എന്നാലും നമ്മുടെ കരങ്ങൾ ശൂന്യമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കരം ശൂന്യമല്ല, നിന്റെ കരങ്ങൾ നിറഞ്ഞിരിക്കുന്ന കരങ്ങളാണ്. നീ എത്രമാത്രം സമ്പാദിച്ചിരുന്നാലും എവിടെയെല്ലാം നീ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നാലും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിന്റെ സമ്പാദ്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. നമ്മളെല്ലാം സമ്പാദിച്ചു വെക്കുന്നു, പക്ഷേ ആരാണ് അനുഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊരു ഊഹവുമില്ല. അനേക തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്, പക്ഷേ ആരാണ് അനുഭവിക്കുവാൻ പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് സമ്പാദിക്കേണ്ടുന്നത് സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് അവരെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. കർത്താവിനെ നീ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി നീ അത്യധ്വാനം ചെയ്താൽ നിന്റെ കരങ്ങൾ ശൂന്യമാണെന്നും കർത്താവിൻ്റെ വാക്കിനനുസരണമായി നീ പ്രവർത്തിക്കുമ്പോൾ ദൈവം നിന്നെ ധാരാളം അനുഗ്രഹിക്കുന്നുവെന്നും ദൈവം നിനക്ക് വേണ്ടിയുള്ളത് കരുതും എന്നും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പത്രോസിനെ കർത്താവ് സന്ധിക്കുന്നതായ രംഗം നാം അവിടെ കാണുന്നുണ്ട്. അവിടെയും സമാനമായ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി തീർന്ന പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വല വീശുക. പെരുത്ത മീൻകൂട്ടം അതിലകപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്കിനനുസരണമായി നാം ജീവിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും നമ്മുടെ കരങ്ങൾ ശൂന്യമാണ്, ഒന്നുമില്ലാതെ പോകുന്നു. ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ നിലയിലുള്ളവരുണ്ടോ? പ്രിയമുള്ളവരെ, അത്യധ്വാനം ചെയ്യുന്നുണ്ട്. അത്യധ്വാനം ചെയ്യാഞ്ഞിട്ടല്ല, വളരെയധികം അത്യധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദൈവവചനം അവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ വാക്കിനനുസരണമായി ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരിക്കൽ ഉപേക്ഷിച്ചതായ പടകും വലയുമൊക്കെ പിന്നെയും ചെന്ന് തിരഞ്ഞെടുത്തുകൊണ്ടുവന്ന് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോയി പഴയതുപോലെ കർത്താവില്ലാത്തൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട പുതിയ അനുഭവങ്ങളോടുകൂടെ കർത്താവിൻ്റെ വാക്കിനനുസരണമായി കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനുഗ്രഹകരമായൊരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഉപജീവനാർത്ഥം അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കരങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് പലപ്പോഴും ഇല്ലാതെ പോകുന്നുവല്ലോ കർത്താവെ. സന്തോഷമോ സമാധാനമോ ഇല്ലാതെ ജീവിതത്തിൽ നിരാശ മാത്രം ബാധിച്ച ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതം കർത്താവെ അർത്ഥശൂന്യമായി തീരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുത്തെ വാക്കിനനുസരണമായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യമായ രക്ഷയെ കണ്ടെത്തി ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾ നേടിയെന്ന് ഉറപ്പാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. ഇന്നത്തെ ദിവസം എല്ലാം അനുഗ്രഹത്തിനായി ചെയ്യണമേ. സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.